താരമൂല്യം ഏറെയുള്ള അഭിനേത്രി തന്നെയായിരുന്നു അംബിക. മലയാളത്തിലെ ഒരു കാലത്തെ പ്രശസ്ത സിനിമാ നിർമ്മാണ കമ്പനികളെല്ലാം ഇവർക്കായി കാത്തുനിന്നു. വേറിട്ട വേഷങ്ങൾ അനവധി കിട്ടാതെ വന്നിട്ടും വേറിട്ട അഭിനയത്തിലൂടെ വ്യത്യസ്തത കൊണ്ടുവരാൻ ശ്രമിച്ച ആളാണ് അംബിക. ഞാൻ 2-3 പടത്തിൽ മെറിലാൻഡ് ആക്ട് ചെയ്തിട്ടുള്ളൂ. 1-2 പടം മറ്റേ ചാക്കോച്ചൻ്റെ പടത്തിൽ ആക്ട് ചെയ്തിട്ടുള്ളൂ. മെറിലാൻഡിലെ പടത്തിൽ കൂടുതലും ഇറ്റ് വാസ് മോർ ഒരു ഡ്രാമ ഓറിയൻറ്റഡ് മൂവീസായിരുന്നു. കൂടുതലും സ്റ്റോറി ഫാമിലി ഓറിയൻറ്റഡ് ആയിരുന്നു. ചാക്കോച്ചൻ്റെ പടത്തിൽ കൂടുതലും ഞാൻ സത്യഭാമ ആ പിക്ചറിൽ ആക്ട് ചെയ്ത് കൂടുതലും ആ സെറ്റപ്പിലായിരുന്നു. പിന്നെ അനാർക്കലി എന്നൊരു പടത്തിൽ ആക്ട് ചെയ്തു. അതും സ്റ്റോറി ഒരു ഹിസ്റ്റോറിക്കൽ സ്റ്റോറി ആയതുകൊണ്ട് വേറെ വേരിയേഷനിലൊന്നും വന്നില്ല. പക്ഷേ ചാക്കോച്ചൻ്റെ പടം കൂടുതലും ഗ്ലാമറസ് ആ ഒരു എൻ്റർടൈൻമെൻറ്റിനെ ബേസ് ചെയ്ത സ്റ്റോറീസ് ആയിരുന്നു. സോ ജനങ്ങൾക്ക് പടം റിലീസ് ചെയ്യാൻ എൻ്റർടൈൻമെൻറ്റ് കാണണമെങ്കിൽ ചാക്കോച്ചൻ്റെ പടം, ഡ്രാമ കാണണമെങ്കിൽ അപ്പോൾ അവർക്ക് ചോയ്സ് ഉണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് വന്നു. ചന്ദ്രധാര പ്രൊഡക്ഷൻ. പിന്നെ മെയിൻ നല്ല ഡ്രാമയായിട്ട് പോയി അതെല്ലാം കുറച്ച് ദിവസം കഴിഞ്ഞാൽ മാസങ്ങൾ കഴിഞ്ഞാൽ സിനിമയാവുമായിരുന്നു. അങ്ങനെയായിരുന്നു മുടിയനായ പുത്രൻ, തോപ്പിൽ ബാസിയുടെ, അന്ന് അവരുടെ എല്ലാം ഹിറ്റ് ഡ്രാമകളായിരുന്നു. അതുപോലെ കണ്ടം വെച്ച കോട്ട് എന്ന് ഫസ്റ്റ് മലയാളത്തിൽ കളർ എന്ന് പറഞ്ഞ് എടുത്ത പടം, അതെല്ലാം ഹിറ്റ് ഡ്രാമകളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ സെറ്റപ്പിൽ വെച്ച് ഞാൻ ഡ്രാമ കണ്ടിട്ടില്ല, പക്ഷേ ആ സ്റ്റൈലിൽ തന്നെ അങ്ങനെ പോകുമായിരുന്നു. സാങ്കേതിക വിദ്യ കൊണ്ട് പ്രേക്ഷകരെ വിസ്മയിപ്പിക്കുകയായിരുന്നില്ല സിനിമ പണ്ട് ചെയ്തിരുന്നത്. ജീവിതഗന്ധിയായ കഥകൾ പറഞ്ഞ് കാഴ്ചക്കാരിലേക്ക് കയറി ചെല്ലുകയായിരുന്നു. മായക്കാഴ്ചകൾ നിറയാത്ത സിനിമയിൽ അഭിനേതാക്കൾക്ക് ഏറെ ചെയ്യാനുണ്ടായിരുന്നു. അവിടെയായിരുന്നു അക്കാലത്ത് അഭിനയം അറിയാമായിരുന്ന അംബികയെപ്പോലുള്ളവർ അളവറ്റ പ്രേക്ഷക സ്നേഹം നേടിയത്. അന്ന് കുറച്ചുകൂടെ ആർട്ടിസ്റ്റിന് കൂടുതൽ ആക്ടിങ്ങിൽ ആണ് ആർട്ടിസ്റ്റ് നിലനിന്നത്. മറ്റേ ടാലൻറ്റുകൾ വലുതായിട്ട് മെയിൻ ഒരു ആർട്ടിസ്റ്റ് ആക്ടിങ് കപ്പാസിറ്റി ആയിരുന്നു മെയിൻ. ഒരു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആക്ടിങ് മാത്രമേ നോക്കുന്നുള്ളൂ. ഇപ്പം കൂടുതൽ ഗ്ലാമർ, അന്നൊന്നും അധികം ഗ്ലാമറിന് അങ്ങനെ ഇമ്പോർട്ടൻസ് ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നു, പക്ഷേ നോട്ട് ഇപ്പോഴത്തെ അത്ര ഇല്ല. അന്ന് പിന്നെ ഔട്ട്ഡോർ കുറച്ച് നമ്മൾ പോകുന്നേ ഉള്ളൂ. അപ്പം വന്ന് ആളുകൾ വന്ന് പറയും, ചേച്ചിയുടെ കഥാപാത്രം കൊണ്ട് ഞങ്ങൾ ഈ സിറ്റുവേഷൻ ഞങ്ങളുടെ ലൈഫിലുണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ന സ്ഥലത്ത് ഞങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റി എന്ന് ആളുകൾ പറയുമായിരുന്നു. ബിക്കോസ് അന്നെല്ലാം സിനിമ എപ്പോഴും ഒരു ഹാപ്പി എൻഡിങ് ആണ്. വളരെ കുറച്ച് സിനിമകളെ ഒരു ട്രാജഡി. പിന്നെ കുറേ സ്റ്റോറികളെല്ലാം റിയൽ സ്റ്റോറികൾ തന്നെ എടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ മിക്കവാറും ഇത് നല്ലത് ചെയ്താൽ നല്ലത് ആണ് റിസൾട്ട്. അപ്പം ഇത്രയും കഷ്ടപ്പെട്ടാലും എൻഡിൽ ഹാപ്പി എൻഡിങ് അപ്പം ഓഡിയൻസിനും സിനിമ കാണുമ്പോൾ ഇത്ര ഞങ്ങൾ കഷ്ടപ്പെട്ടാലും ഒരു ഹാപ്പി, ഒരു സിൽവർ ലൈനിങ് ഉണ്ട് എന്നുള്ള ഒരു ഫീലിംഗിലാണ് എല്ലാവരും ജീവിച്ചുകൊണ്ടിരുന്നത്. ലളിത പത്മിനി രാഗിണിമാരെ പിന്തുടർന്ന് അത് ഓൾമോസ്റ്റ് രാഖിയക്കൻ്റെ കൂടെ 1-2 അരനാഴിക നേരം. പിന്നെ സേതുമാധവൻ ആക്ട് ചെയ്ത ഒരു റീമേക്ക് ഓഫ് ഒരു തമിഴ് മൂവിയായിരുന്നു എതിർപ്പാരാതെന്നതിൻ്റെ റീമേക്ക് രാഖിയക്കനും ഞാനും ആക്ട് ചെയ്തു. പക്ഷേ അന്ന് ഫിലിം ആർട്ടിസ്റ്റുകൊണ്ട് അങ്ങനെ ഒരു ജാടയൊന്നും ഇല്ലായിരുന്നു. ആൻഡ് മോറോവർ പപ്പിയക്കന് ഞങ്ങളെ ഒരു ഫാമിലി ആയിട്ട് കഴിഞ്ഞുകൊണ്ട് അങ്ങനെ ഞങ്ങൾ വലിയ ആർട്ടിസ്റ്റാണെന്ന് അത് ഇന്ന് വരെ ഷീ ഡിഡ്ന്റ് ഹാവ് ദാറ്റ്. അവരാർക്കും ഇല്ലായിരുന്നു. ഞാൻ ഇൻഡസ്ട്രിയിൽ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ രാഖിയക്കൻ ആക്ട് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ ദെൻ ഷീ ഗോട്ട് മാരീഡ് പോയി. പിന്നെ പപ്പിയക്കൻ കൂടുതലും തമിഴ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്ത ആർട്ടിസ്റ്റാണ്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് അങ്ങനെ അവർക്ക് കൊടുത്ത റോൾ എനിക്ക് അങ്ങനെ ഇല്ലായിരുന്നു. കണ്ണും കരലും മാത്രം രാഖിയക്കൻ ആക്ട് ചെയ്യാൻ ഇരുന്നു, പക്ഷേ ഗോട്ട് മാരീഡ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആക്ട് ചെയ്തു.